നിങ്ങൾ വിദേശത്തേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതോ ഗൾഫിലുള്ള പ്രിയപ്പെട്ടവർ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് നോക്കുകയാണോ? എങ്കിൽ ഒരു നിമിഷം, നിങ്ങളുടെ വാലറ്റും പോക്കറ്റും കാലിയാകുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം വെറും ഭൂമിയിൽ മാത്രമല്ല, നമ്മുടെ ആകാശത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 2, 2026. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ്. വിമാന ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. എയർ ഫെയർ ഇത്രയും കൂടാൻ എന്താണ് കാരണം? ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരെ ഇത് എങ്ങനെ ബാധിക്കും? വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ടിക്കറ്റ് വില എവിടെ വരെയെത്തും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാം. ഇന്ന് ഏപ്രിൽ 2 ആയപ്പോഴേക്കും മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേലിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും 4ാമത്തെ മിസൈൽ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും 2 ആഴ്ച കൂടി എടുത്തേക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആകാശത്ത് ഇപ്പോഴും കരിനിഴൽ ബാക്കി നിൽക്കുകയാണ്. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിലെ ആകാശം, അതായത് നമ്മുടെ എയർ സ്പേസ് മിക്കവാറും ക്ലോസ്ഡ് ആണ്. ഇറാൻ, ഇറാഖ്, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ മുകളിലൂടെയുള്ള വിമാനയാത്രകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? നമ്മുടെ വിമാനങ്ങൾ വളഞ്ഞു ചുറ്റി പോകേണ്ടി വരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. സാധാരണ ദുബായിലേക്കോ ലണ്ടനിലേക്കോ പോകുന്ന വഴിയിൽ യുദ്ധം കാരണം തടസ്സം വരുമ്പോൾ വിമാനം വലിയൊരു ഡീടൂർ എടുക്കേണ്ടി വരും. അതായത് കൂടുതൽ സമയം വിമാനം പറക്കണം. 1 മണിക്കൂർ കൂടുതൽ പറക്കുമ്പോൾ ടൺ കണക്കിന് ഇന്ധനമാണ് അധികമായി ചെലവാക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ അടുത്ത ഷോക്ക് ATF ആണ്, അതായത് ഏവിയേഷൻ ടർബൈൻ ഫ്യൂയൽ അഥവാ വിമാന ഇന്ധനം. ഈ ഇന്ധനവില ചരിത്രത്തിൽ ആദ്യമായി 1 കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. 2022 റഷ്യ യുക്രൈൻ യുദ്ധസമയത്തുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വർധനമാണിത്. ഇന്ധനവില കൂടുമ്പോൾ എയർലൈൻ കമ്പനികൾക്ക് ടിക്കറ്റ് നിരക്ക് കൂട്ടുകയല്ലാതെ വേറെ വഴിയില്ല. ഇതിനെയാണ് നമ്മൾ ഫ്യൂയൽ സർചാർജ് എന്ന് വിളിക്കുന്നത്. ഇത് നേരിട്ട് ബാധിക്കുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ യാത്രക്കാരെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക് ഇതൊരു ഇരട്ടി പ്രഹരമാണ്. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്കുള്ള സർവീസുകൾ 55% കുറഞ്ഞിട്ടുണ്ട്. എയർ ഇന്ത്യയും ഇൻഡിഗോയും ഒക്കെ പല സർവീസുകളും റദ്ദാക്കി. ഇപ്പോൾ അവശേഷിക്കുന്ന സീറ്റുകളാകട്ടെ തീ വിലയിലാണ്. സീസൺ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ വലിയ വില വർധനവുണ്ടല്ലോ, അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ഒരുപക്ഷെ സാധാരണ ലഭിക്കുന്നതിനേക്കാളും 3-4 ഇരട്ടി പണം നൽകേണ്ടി വരും. ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ ലോങ് ഹോൾ ഫ്ലൈറ്റുകളുടെ കാര്യമാണ് എങ്കിൽ പറയുകയേ വേണ്ട. അഡീഷണൽ ഫ്ലൈറ്റിംഗ് ടൈം കാരണം ടിക്കറ്റ് നിരക്കിൽ 30 മുതൽ 50% വരെ വർധനവാണ് ഇപ്പോൾ കാണുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായി ബുക്കിംഗ് പ്ലാൻ ചെയ്യുക. അത്യാവശ്യ യാത്രകളാണ് എങ്കിൽ മാത്രം ഇപ്പോൾ ടിക്കറ്റ് എടുക്കുക. സാധിക്കുമെങ്കിൽ ഏപ്രിൽ പകുതിക്ക് ശേഷമുള്ള യാത്രകൾ പ്ലാൻ ചെയ്യൂ. കാരണം അപ്പോഴേക്കും സ്ഥിതിഗതികൾ ശാന്തമാകുമെന്ന് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. രണ്ടാമത് റീഫണ്ട് പോളിസി നോക്കുക. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ബുക്കിംഗ് അല്ലെങ്കിൽ ഫ്രീ ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എയർ സ്പേസ് എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാം. ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആകാം. ആ സമയത്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും. മൂന്നാമതായി കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ സൂക്ഷിക്കുക. മിഡിൽ ഈസ്റ്റിലെ ദുബായ്, ദോഹ പോലുള്ള ഹബ്ബുകൾ വഴി പോകുന്ന കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾക്ക് വലിയ താമസം നേരിടുന്നുണ്ട്. ലേ ഓവർ സമയം കൂടുതലുള്ള ഫ്ലൈറ്റുകൾ സെലക്ട് ചെയ്യുന്നതാകും ഉചിതം. യുദ്ധം എപ്പോഴും നൽകുന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. അത് അതിർത്തിയിലായാലും നമ്മുടെ പോക്കറ്റിലായാലും. ഇറാൻ ഇസ്രയേൽ തർക്കം എത്രയും വേഗം അവസാനിക്കട്ടെ എന്നും വിമാന നിരക്കുകൾ സാധാരണ നിലയിലാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.